ജിത്തുഭായ്, വേടനും അഖിൽമാരാരും അതെ എന്താ വിഷയം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നില്ല. രണ്ടാളും കത്തി നിൽക്കുന്ന ആൾക്കാരാണ് ഇപ്പോ അതെ പല വിഷയങ്ങളും കൊണ്ട്. ഇപ്പൊ വേടന്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണോ എന്നാണ് അഖിൽമാരാര് ചോദിക്കുന്നത്. അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടോ? BJP രാഷ്ട്രീയമാണോ എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ അഖിൽമാരാര് പറഞ്ഞ ഒരു പോയിന്റ് നമുക്ക് നോക്കാം. ഇപ്പം നമ്മുടെ ഇപ്പം വേടനെ എതിരെ ഇവർ വളരെ മോശമായ രീതിയിൽ കുറേ പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അൾട്ടിമേറ്റ്ലി വേടൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് രോഹിത്തിന് മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം വേടൻ്റെ രാഷ്ട്രീയം BJP രാഷ്ട്രീയമാണ്. കാരണം വോയിസ് ഓഫ് വോയിസ്ലെസ് എന്നാണ് വേടൻ പറയാൻ ആഗ്രഹിച്ചത്. ശബ്ദമില്ലാത്തവരുടെ ശബ്ദം. എന്താണ് ഇവർക്ക് ശബ്ദമില്ലാതായത്? അവർ തന്നെ വിചാരിച്ചുകൊണ്ടാണെന്ന് ഞാൻ അല്ല, ആരാണ് ഇവിടെ ശബ്ദമില്ലാത്തവർ? കേരളത്തിൽ ആരാണ് ശബ്ദമില്ലാത്തവർ? ജാതീയമായി താഴെ നിൽക്കുന്നത് കൊണ്ടാണോ ഇവർ ശബ്ദമില്ലാത്തവരായത്? ഒരിക്കലും. സാമ്പത്തികമായി താഴേക്ക് പോയത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അധികാരങ്ങളില്ലാത്തത് കൊണ്ടാണോ ശബ്ദമില്ലാത്തവരായത്? അപ്പോൾ ശബ്ദമില്ലാത്തവർ ആരാണ്? അവരുടെ ശബ്ദമാണ് തൻ്റെ എഴുത്തുകൾ എന്നാണല്ലോ വേടൻ പറയുന്നത്. ശബ്ദമില്ലാത്തവർ ജാതീയമായി താഴെ പോയവരാണെന്നാണ് വേടൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനാരാണ് കാരണക്കാർ? ഇത്രയും നാൾ കൊണ്ട് ഇവിടെ ഭരിച്ചതാരാ? പുരോഗമന രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന, പാവങ്ങളെ സംരക്ഷിക്കണമെന്ന് തീരുമാനിച്ച, ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച, അവരുടെയൊക്കെ നേട്ടത്തിന് വേണ്ടിയിട്ട് ഈ 10-70 വർഷം കൊണ്ട് അധികാരത്തിലും പ്രതിപക്ഷത്തിലുമായിട്ട് പ്രവർത്തിച്ച് ഇത്രയും എത്തിയപ്പം ഇവിടെ ഒരു വേടം എന്ന് പറയുകയാണ് ഇവർക്ക് ആർക്കും ശബ്ദമില്ലെന്ന്. അപ്പോൾ ആരാ കാരണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർക്കാർ എന്നാണ്. ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞാൽ കോൺഗ്രസിനെ അത്രയും ഞാൻ പറയത്തില്ല. കാര്യം കോൺഗ്രസ് അല്ല ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മറ്റവരാ. നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ. സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരുടെ ശബ്ദം ഇല്ലാതാക്കി, അവരെ ഈ പരുവത്തിലാക്കി, കോളനികളിൽ നിന്ന് കോളനികളിലേക്ക് മാത്രമാക്കി അവരെ മാറ്റി മുന്നോക്കമെന്നും പിന്നോക്കമെന്നും സർക്കാർ തരംതിരിച്ച് വെച്ചേക്കുകയാണ്. എന്തിന് മുന്നോക്കം എന്നാണ് പറയുന്നത്, എന്തിന് പിന്നോക്കം തിരിക്കുന്നു? ഇങ്ങനെ തിരിച്ചിവരെ രണ്ടാക്കി മാറ്റി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ് വേടൻ വാദിക്കുന്നതെങ്കിൽ വേടന്റെ ശബ്ദവും BJP ശബ്ദവും ഒക്കെ ഒന്നല്ലേ? അറിയാതെ വേടൻ BJP കാരനായില്ലേ? BJP ഇതല്ലേ പറയുന്നത്. ഞാനിപ്പം ഈ വിഷയം പറഞ്ഞാൽ ഞാൻ BJPക്ക് ഒപ്പമായിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് വാദിക്കാം. BJPക്ക് ഒപ്പമാണെങ്കിൽ ഞാൻ BJPക്ക് ഒപ്പമാണ്, ശരി കോൺഗ്രസിന് ഒപ്പമാണെങ്കിൽ അവിടെ ഒപ്പമാണ്. നിങ്ങൾ തിരിച്ചു ചെയ്യും. അപ്പോ അഖിൽമാരാര് പറഞ്ഞത് ഒരു സർക്കാസ്റ്റിക് വേ ആണ് നിങ്ങൾക്ക് തോന്നിയത്? അതെ, അഖിൽമാരാര് വേറിട്ട വഴികളിലൂടെ ചിന്തിച്ച്, അല്ല, അയാളെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരെ കുത്തണം. അപ്പൊ അതിനൊരു സർക്കാസ്റ്റിക് വേ ആയിട്ട് എന്ത് പറഞ്ഞു? വേടന്റെ രാഷ്ട്രീയം BJP ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. ശരിക്കും അഖിൽമാരുടെ രാഷ്ട്രീയം എന്താന്ന് എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. ചില സമയത്ത് തോന്നും BJP ആണ്, ചില സമയത്ത് തോന്നും കോൺഗ്രസ് ആണ്. സത്യം എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അഖിൽമാരുടെ രാഷ്ട്രീയമാണ്. അവിടെ ഇരിക്കട്ടെ, ഇനി അങ്ങേര് പറയുന്ന സമയത്ത് പറയട്ടെ അങ്ങേര് ഏത് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്നുള്ളത് അങ്ങേർക്ക് പറയാം. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ കാണുന്ന നമുക്ക്, കാരണം ഒരുപാട് ഇങ്ങനത്തെ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്ന അഖിൽമാരാർ ഏത് പാർട്ടിയിലാന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുള്ളത് ഞാനോട് പറയും. എനിക്കറിയില്ല എന്താണെങ്കിലും, അതറിയാത്തോണ്ട് തന്നെ എനിക്കും കൺഫ്യൂഷൻ ഉണ്ട്. ഇതുവരെ വേടനും പറഞ്ഞിട്ടില്ല വേടന്റെ രാഷ്ട്രീയം എന്താന്നുള്ളത്. പക്ഷെ വേടൻ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേർതിരിവിന്റെ, ജാതീയമായ വേർതിരിവിന്റെയും അടിമത്വത്തിന്റെ ഒക്കെ ഒരു ഫ്ലേവർ ഉള്ള പറഞ്ഞിട്ടുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയത്തിനോട് എനിക്ക് എതിരാണ്. അതിപ്പോ ഞാനും പറഞ്ഞിട്ടില്ല. സംഘപരിവാർ ഏത് രാഷ്ട്രീയത്തിനോട് ഒത്തുപോയാലും, ഇനിയിപ്പോ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരോട് ഒത്തുപോയാലും സംഘപരിവാറിനോട് ഒത്തുപോകാൻ പറ്റില്ല. മനസ്സിലായോ? അത് നടക്കണ കേസല്ല. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ എന്തോ ആയിക്കോട്ടെ, സംഘ് നെഹി. അപ്പോ ഇതില് ഇനിയിപ്പോ ഇത് സർക്കാസമല്ല, ഓനെ സീരിയസ് നോട്ട് അഖിൽമാരാട് പറഞ്ഞതാണെങ്കിൽ അടക്കം അതിലൊരു വിഷയം എന്താ ഉള്ളതെന്നറിയോ? വേടൻ ഇപ്പോഴാണ് ഈ ഒരു ഫെയിമിലെത്തിയല്ലേ? ഫെയിമിലെത്തിയപ്പോഴും അയാൾ പറയുന്നത് എന്താ? ഈ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വരികളും പാട്ടുകളുമാണ്. അഖിൽ പറഞ്ഞ പോലെ തന്നെ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. ഫെയിം ആവുന്നതിന് മുമ്പും അയാൾ അതന്നെയാണ്, ഇപ്പോഴും അയാൾ അതന്നെയാണ് പറയുന്നത്. സോ അയാൾക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രിവിലേജ് ഉള്ള കുറെ ദളിത് കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകൾ ഉണ്ടാവും. ഇപ്പൊ നമ്പർ ഓഫ് അവരുടെ കൂടിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇവിടെ ഒരു ദളിതായതുകൊണ്ട്, തൊലിയുടെ നിറം കറുത്തു പോയത് കൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടുന്നേ. ഇപ്പൊ സൊസൈറ്റിയിൽ അങ്ങനത്തെ ഒരു വിഷയമില്ല. നമ്മളുടെ സൊസൈറ്റിയിൽ അത് കുറവായിരിക്കാം. പക്ഷെ ഇത്രയും വൈഡ് ആക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം എന്താ? നേരത്തെ പറഞ്ഞ പോലെ ഇത് എവിടേക്കോ അനുഭവിക്കുന്നുണ്ട്. അതെന്താ അറിയോ? അത് ജാതീയതയിൽ നിന്നും കൂടിയിട്ട് ഈ സാധനം അനുഭവിക്കുന്നത്. ഞാൻ എപ്പോഴും വിചാരിച്ചിട്ടുള്ള എന്താ പറയുക, വേടന്റെ പാട്ടുകളിൽ ഈ ജാതി ഒക്കെ നിങ്ങൾ മാറ്റി, നിങ്ങളെല്ലാവരും ജാതി
അല്ലെങ്കിൽ അങ്ങനത്തെ എലമെന്റ് മാറ്റി. ഈ അടിമത്വം എന്ന് പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞല്ലോ ജാതിയിൽ മാത്രമല്ല. ഇപ്പൊ ഒരു ജോലി സ്ഥലത്ത് പോയാ നിങ്ങളുടെ ബോസ്, നിങ്ങളുടെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർതിരിവ് അറിയാൻ പറ്റില്ലേ? അല്ല അതെന്താ അറിയോ, പണ്ട് തമ്പ്ര വിളിക്കുന്നതിന് ബോസ് സാർ അത്രേ ഉള്ളൂ, സാർ ബോസ് എന്നൊക്കെ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അതെന്താ അറിയോ, ഇപ്പൊ ഉള്ള യങ് ജനറേഷൻ അടക്കം ഇത് ഏറ്റെടുക്കാൻ കാരണം എന്താ അറിയോ, ഇവിടെ വേർതിരിവ് ഒരു ജനറേഷന്റെ വേർതിരിവാണ്. മനസ്സിലായോ? ജെൻസി ഒരു സൈഡില്, 90s ഒരു സൈഡില്, ഇവിടുന്ന് ഉപദേശം അങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്. സോ ഇതെല്ലാം സൊസൈറ്റീൻ്റെ ഏത് ലെവലിൽ പോയി നോക്കിയാലും നിങ്ങൾക്ക് എന്ത് കാണാം, ഒരാൾ പൊങ്ങിയിട്ട് ഒരാൾ താന്നിട്ട് നിൽക്കുന്ന സെറ്റപ്പ് ഇപ്പോഴും സൊസൈറ്റീൻ്റെ അത്. ഇതൊരു ഇക്വിലിബ്രിയത്തിൽ ഒരു കാലത്തും പോവില്ല, ഒരു കാലത്തും പോകാൻ പോണില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ അഖിൽമാരാർക്ക് കമ്മ്യൂണിസ്റ്റുകാരെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൂള്. ഓക്കെ, ഞാൻ അടി കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണം. കാരണം എന്താ, പാവപ്പെട്ടവന്റെ പാർട്ടി, മറ്റു പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പാർട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇത്രയും കാലം ഭരിച്ചുകൊണ്ടിരുന്നത്. പാർട്ടി എന്ന് പറയുന്നേക്കാളും ഏറ്റവും നല്ലത് പാവപ്പെട്ടവന്റേതായിരുന്ന പാർട്ടി എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ആ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മുതിർന്ന സ്ഥാനങ്ങളിൽ നിൽക്കുന്നവരാരും പാവപ്പെട്ടവരല്ല. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാവും ഇവരൊക്കെ പാവപ്പെട്ടവരാണോ പണക്കാരാണോ ഇപ്പൊ എന്നുള്ളത്. അപ്പൊ അത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനെ ഒരു കുത്താൻ വേണ്ടിയിട്ട് നൈസായിട്ട് വേടൻ എന്ത് ചെയ്ത് BJP ആശയമാണ് ഇത്. ഞാനൊരു വട്ടം നിങ്ങളോട് പറഞ്ഞ ഓർമ്മ ഉണ്ടാവും, ധ്രുവ് റാട്ടേന്റെ കാര്യം. അതായത് BJP ഗവൺമെന്റിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ധ്രുവ് റാട്ടയാണ്. ഞാൻ നോക്കുന്ന സമയത്ത് എന്താ, ഇന്ത്യയിൽ ഒരു ഓപ്പോസിറ്റ് പാർട്ടി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ. സത്യം പറഞ്ഞാൽ കോൺഗ്രസ് 0 ആണ്. കാരണം രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് ഈ പൊള്ളിയിട്ട് കാര്യമില്ല, ഇവിടെ ഒരു കോൺഗ്രസ്സുകാരുണ്ട് വണ്ടിയിൽ, ഓനെല്ലാം പൊള്ളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ രാഹുൽ ഗാന്ധി പറയേണ്ട പല കാര്യങ്ങളും ഇപ്പോ ഒരു മേജർ ഇൻസിഡന്റ് ഉണ്ടായി, ഇപ്പൊ ഒന്നും വേണ്ട, പെഹൽഗാം ഇൻസിഡന്റ് ഉണ്ടായി, ഓപ്പറേഷൻ സിന്ദൂർ നടന്നു. പല ചോദ്യങ്ങളും ഓപ്പോസിറ്റ് പാർട്ടി ചോദിക്കേണ്ട ചോദ്യങ്ങൾ ആദ്യം ചോദിക്കുന്നത് ആരാ? ഇവിടെ ധ്രുവ് റാട്ടയാണ്. അപ്പൊ ഇവിടെ സത്യത്തിൽ എന്താ ഉണ്ടാവുന്നത്? ഇപ്പൊ ഇങ്ങനെ ഈ വേടന്റത് ഇങ്ങനെ അഖിൽമാരാര് ചിന്തിച്ചു അന്ന് ഞാൻ ചിന്തിച്ചേ കറക്റ്റ് അല്ല. അത് പ്രതിപക്ഷത്തിന്റെ പോരായ്മകളാണ്. പ്രതിപക്ഷം ഒന്നുമല്ല, ഒരു പ്രതിപക്ഷം, അതായത് വലിയ ഒരു കോൺഗ്രസ് പറഞ്ഞ വലിയ പ്രതിപക്ഷത്തിന് ഒരൊറ്റ ധ്രുവ് റാട്ടെ മതി എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറുകയാണ്. അങ്ങനെ ആവുമ്പോ എന്താണ്ടാവണേ? ഞാൻ ഇപ്പൊ ഇങ്ങനെ പറയാണ് ഇത് അപ്പൊ BJP ഇറക്കി വിട്ടതാണ് ആരെ? നമ്മളെ ധ്രുവ് റാട്ടയാണ്. ഇപ്പൊ BJPക്ക് സുഖമാണ്, കാരണം പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് ആരും കാണുന്നില്ല, ആകെ ഉള്ളത് ധ്രുവ് റാട്ടയാണ്. അവനെ കൊണ്ടൊന്നും ലൈക്ക് ലിറ്ററലി ഇവിടെ വന്നിട്ട് ഇപ്പോ ഇലക്ഷൻ നിന്നിട്ടോ അല്ലെങ്കിൽ വോട്ട് ക്യാമ്പയിനോ നടത്താൻ പറ്റുമോ? ഇല്ല. ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ എക്സ്പോസ് ചെയ്ത് വിടാൻ പറ്റും ഗവൺമെന്റിന്റെ. അത് ഇവരെന്നെ ഇട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിലോ, അതായത് പ്രതിപക്ഷം ഒന്നുമല്ല, ഇവരാണ് നല്ലത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെന്നെ ഇറക്കി വിട്ടതാണ് ധ്രുവ് റാട്ടൻ എന്നുണ്ടെങ്കിലോ, അങ്ങനെയും ചിന്തിക്കാതെ നമുക്ക്. എനിക്ക് അങ്ങനെ ഒരു തോട്ടം ഞാൻ ജിത്തുവാനോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായത്. അതും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. കാരണം പ്രതിപക്ഷത്തിന് എന്തായാലും ഭരണപക്ഷത്തിന്റെ ആവശ്യം പ്രതിപക്ഷം. അതെ, അതാണ് എപ്പോഴും ഭരിക്കുന്ന പാർട്ടിയുടെ ആവശ്യം പ്രതിപക്ഷത്തിന് ഇല്ലാതാക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ്. അപ്പൊ അതിന് ഒരാൾ അവരെന്നെ വളർത്തി കൊണ്ടുവന്നിട്ട് അവരുടെ പോരായ്മകൾ ഇട്ട് കൊടുത്തിട്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറയാ. അവൻ നോക്കുമ്പോ അവനൊരു രാഷ്ട്രീയമല്ല. അപ്പൊ നാട്ടുകാരെന്താ പറയാ, എന്ത് അപ്പുറത്തെ ഓപ്പോസിറ്റ് ഇവൻ മതിയിൽ ഒരുത്തെന്ന് പറയും, മറ്റവരെ പറ്റ നൈസാക്കും ചെയ്യും. അതുപോലെ തോന്നിയതായിരിക്കാം മേ ബി വേടന്റെ കാര്യത്തിലായിരിക്കും അഖിൽമാരാറിന്, അല്ലെങ്കിൽ സർക്കാസം. കാരണം ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റാടേ. ഇപ്പൊ അഖിൽമാരാറിന് ഇഷ്ടമില്ലാത്തവരുണ്ടാവും, അയാള് പറയുന്ന കാര്യങ്ങളിൽ വ്യത്യാസം തോന്നുന്നവരുണ്ടാവും, പക്ഷെ അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ പലതും കറക്റ്റാ. ഈ നാട്ടിലെ ജാതീയത ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു നയം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നതായിട്ട് രോഹിത്തിന് അറിയാവോ? അങ്ങനെ കൊണ്ടുവന്ന പിന്നെ ഇവിടെ കമ്മ്യൂണിസം ഇല്ലല്ലോ. ഇല്ല. അപ്പോൾ കമ്മ്യൂണിസം ഇല്ല. അൾട്ടിമേറ്റ്ലി ഒരു ചെടി വളരണമെങ്കിൽ വളം വേണം. ഓരോ ചെടിക്കും ഡിഫറൻറ്റ് വളമാണ്. ഉണക്കച്ചാണകം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഉണ്ടാകുന്ന ഗുണം പച്ചച്ചാണകം ഇട്ടാൽ കിട്ടത്തില്ല. കാര്യം പച്ചച്ചാണകത്തിന് ചൂട് കൂടുതലാണ്, കരിഞ്ഞു പോകും. ചാണകം തന്നെ രണ്ട് വ്യത്യസ്ത തലത്തിലുണ്ട്, രണ്ട് വ്യത്യസ്ത ചാണകങ്ങളുണ്ട്. BJP നിലനിൽക്കണമെങ്കിൽ പാകിസ്ഥാൻ്റെ പ്രശ്നങ്ങൾ വേണം, രാജ്യത്ത് മുസ്ലിങ്ങൾ കുഴപ്പക്കാരാണെന്ന് ചിത്രീകരിക്കണം. മുസ്ലിങ്ങൾ കുഴപ്പക്കാരല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഹിന്ദുവിനെ കുത്തിത്തിരിക്കാൻ പറ്റുക? ഇത് രണ്ടും വേണ്ടേ? അപ്പം മുസ്ലിങ്ങളെ കുഴപ്പക്കാരാക്കി ചിത്രീകരിച്ചേ പറ്റൂ. ഞാൻ അതുകൊണ്ടാണ് BJPയെ ഈ മതപരമായ കാര്യങ്ങളിൽ, അതായത് മതത്തിൻ്റെ പേരിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ഞാൻ അവരെ എതിർക്കാറുള്ളൂ. ബാക്കി എന്തിനാണ് ഞാൻ എതിർക്കേണ്ടത്? രാജ്യത്ത് ഡെവലപ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ എന്തിനാണ് BJP എതിർക്കേണ്ടത്? ഏറ്റവും മനോഹരം, ഇപ്പം നമ്മൾ യുദ്ധം ചെയ്തു, ഇതിപ്പോൾ നമ്മൾ സൈന്യം അടിച്ചു എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അത്രയും മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടില്ലേ? ഉണ്ട്. അത് ഇദ്ദേഹം എടുത്ത തീരുമാനമല്ലേ? S-400 ആയാലും റാഫേൽ ആയാലും സൈന്യത്തിന് വേണ്ടത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ അങ്ങോട്ടിറങ്ങി നമ്മളെ ഒരാൾ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതൊക്കെ അടിക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ സുലഭമായിട്ട് ഉണ്ടാക്കി വെച്ചേക്കാണെല്ലാം. സാമ്പത്തിക ബാധ്യതകൾ പലതും പരിഹരിച്ചു. ഇപ്പം നമ്മൾ ഈ ഓയിലിൻ്റെ ഇത് ടാക്സേഷന് വന്ന വ്യത്യാസത്തിൽ
ഹ്യൂജ് എമൗണ്ടാണ് ആക്ച്വലി മോദിക്ക് കിട്ടിയിട്ടുള്ളത്. ഹ്യൂജ് എമൗണ്ട്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് 2.5 ലക്ഷം കോടിയോളം അഡീഷണൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വെച്ച് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ചെയ്യാം. പക്ഷേ എന്തുകൊണ്ട് ഈ ബോധം മൻമോഹൻ സിംഗിന് ഉണ്ടായില്ല? ഇതിൽ കണ്ട ഇയാളുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത്, അയാൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കൊട്ട് കൊടുക്കണം. പിന്നെ BJP കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞാൻ സമ്മതിച്ചുണ്ടാക്കില്ല. കാരണം അഖില് ഏത് പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും ആ പാർട്ടി ചെയ്യുന്ന കാര്യങ്ങളും അതിലെ നല്ലതും പറയാറുണ്ട്. അത് മാത്രമല്ല നേതാക്കന്മാരോട് നല്ലൊരു റിലേഷൻഷിപ്പ് വെക്കാറുണ്ട്. യോന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള നേതാക്കന്മാരോട് മാത്രമാണ് എന്ത് അഖിലൊരു നല്ല സ്പേസ് കിട്ടാത്തുള്ളൂ. ഒരു പക്ഷേ പ്രഥമ ദൃഷ്ട ഉള്ള അകൽച്ചയായിരിക്കാം. അതെ, അല്ല അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, അഖിൽമാരാർക്ക് ലാസ്റ്റ് ഒരു പ്രശ്നം ഉണ്ടായപ്പോ അഖിൽമാരാര് ഫേസ്ബുക്കിൽ എഴുതിയിട്ട് എഴുത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് ആരെയാ? മേജർ രവി. അങ്ങനെ കുറെ ആൾക്കാരെയാണ് മൂപ്പര് അവിടെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 2 ദിവസം മുമ്പ് അഖിൽമാരാരിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ്. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടി ബാലറ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ കേരളത്തിൽ വന്നിട്ട് 68 വർഷം കഴിഞ്ഞിട്ടും വേടനെ ഉയർത്തിക്കാട്ടി ഇടത് പുരോഗമനവാദികളും കപട മാധ്യമ പ്രവർത്തകരും ഒരേ സ്വരത്തിൽ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി വാദിക്കുകയാണ്. എന്തൊരു വിരോധാഭാസമാണ് എന്നല്ലാതെ എന്താണ് പറയുക? ഇത്രയും വർഷങ്ങളായി ദളിതരുടെ 90% വോട്ട് വാങ്ങി അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ പരിശ്രമിച്ച ഇടതുപക്ഷം അവരെ ചതിച്ചെന്ന് നിങ്ങൾ തന്നെ പറയുകയാണോ? ദളിതരുടെ ഉന്നമനത്തിനായി വോട്ടെന്ന് പ്രോഗ്രാം ബുക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ? വേടന് പ്രോഗ്രാം ബുക്ക് ചെയ്ത് കൊടുത്താൽ മതിയോ? 5 ലക്ഷത്തിൽ നിന്നും 25 ലക്ഷത്തിലേക്ക് പ്രോഗ്രാമിന്റെ തുക വർദ്ധിപ്പിച്ചാൽ ഈ നാട്ടിലെ ദളിതർ രക്ഷപ്പെടുമെന്നാണോ? അതായത് ഇവിടെ ഓക്കെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ അന്നും ഇന്നും പറയുന്നു വേടനെ യൂസ് ചെയ്യാണ്. അല്ല, നിങ്ങൾക്ക് തോന്നിയില്ലത്? തീർച്ചയായിട്ടും തോന്നി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂസ് ചെയ്യാണ്. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേടനെ യൂസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വേടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനെ യൂസ് ചെയ്യുന്നുണ്ട്. വേടൻ ബുദ്ധിയുള്ളവരാ. വേടൻ കൃത്യമായിട്ട് വേടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് നന്നാ. കാരണം വേടൻ നല്ല വ്യക്തമായിട്ട് അറിയാം വേടൻ ഇപ്പോഴുള്ള ഫെയിമും വേടൻ ഒരു ഹ്യൂജ് ഓഫ് ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, വേടന്റെ പുറകിലുണ്ട് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് നമ്മളെ ഒരു മുഖമായിട്ട് കാണിച്ച് കൊണ്ടുനടക്കുന്നത്. അതെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതൊരു സവർണ ഗായകനാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊക്കി പിടിച്ചോ? അതെ, ഇല്ല. ഇനി ഈ പറഞ്ഞ ദളിതരിൽ തന്നെ പാട്ട് പാടി ഇത്ര ക്രൗഡ് ഇല്ലെങ്കിലും വേടനെ പോലെ തന്നെ പാടി നടക്കുന്ന ഒരുപാട് പേരില്ലേ? റാപ്പ് അല്ലെങ്കിൽ പോലും പല സംഗീതങ്ങളും പല കലാരൂപങ്ങളും ചെയ്യുന്ന ആൾക്കാരില്ലേ? അവർക്ക് എല്ലാവർക്കും വേദി ഒരുക്കി കൊടുക്കണ്ടേ അല്ലേ? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ചോദ്യം വരുമല്ലോ. അപ്പൊ വേടനിൽ നിന്ന് അവരാഗ്രഹം, സത്യം പറഞ്ഞാൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു യൂത്ത് ഫേസ് ഇല്ല, യൂത്തിനൊരു മുഖമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അതിലും പിന്നെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനാണ്. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടൊക്കെ യുവാക്കളെ അതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അവർക്കൊരു ഫയർ ബ്രാൻഡ് ആയിട്ട് കുറെ യൂത്ത് വിങ് ഉണ്ട് കോൺഗ്രസിന്. BJPക്കും ഇല്ല, കമ്മ്യൂണിസ്റ്റിനും ഒട്ടും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും ഒരാൾ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് വേടൻ വരുന്നത്. എന്നാ പിന്നെ വേടനെങ്കിൽ വേടൻ എന്ന് പറഞ്ഞിട്ട് വേഗം വന്നോ സഖാവ് വേടനാക്കി വിട്ട്. ഇനിയിപ്പോ നാളെ 3.0 പിണറായി വന്ന വേടനെ പിടിച്ച് മന്ത്രിയാക്കും എന്നുള്ളത് പറയാൻ പാടില്ല. ചിലപ്പോ അത് വേടൻ പോലും അറിയാതെ വേടൻ ഒരു പേര് വേടൻ പിടിച്ചത് പുലിപ്പല്ലിന്, എന്നാ പിന്നെ ഫോറസ്റ്റ് മന്ത്രി അങ്ങനെ ആക്കി വിടുവോ? പറയാൻ പറ്റില്ലടേ. നമ്മളെ പിണുവണ്ണൻ അങ്ങനെയൊക്കെ ചെയ്യും. അതൊരു വഴിക്ക് അങ്ങനെ ഉണ്ട്. പിന്നെ പക്ഷെ എനിക്ക് ഈ അഖിൽമാരോട് പറഞ്ഞ ഈ വേതനത്തിന്റെ കണക്കില്ല, 5 ലക്ഷം 25 ലക്ഷം പ്രോഗ്രാമിന്റെ പൈസ, അത് ഒരാൾ അധ്വാനിച്ചുണ്ടാക്കുന്ന അയാളുടെ ക്രിയേറ്റിവിറ്റി, അയാളുടെ അധ്വാനം, അയാളുടെ സ്റ്റേജ്. ഇപ്പൊ പഴയ അഖിൽമാരാറിന് ഒരു റിബൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയും വിളിക്കില്ല. ഓക്കെ, ബിഗ് ബോസിന് മുന്നിലുള്ള അഖിൽമാരാറിനെ എവിടെയും വിളിക്കില്ല. എന്തിന്? ഒരു പ്രോഗ്രാമിനോ അല്ലെങ്കിൽ ഒരു ഇനാഗ്രേഷനോ. അതും അഖിൽമാരാർ അങ്ങനെ പോയി പല സ്ഥലത്തു നിന്നും ചീഞ്ഞു നാറി വന്ന കഥ അഖിൽമാരാറിനെ പറയാറുണ്ട്. ഇപ്പോ ബിഗ് ബോസ് കഴിഞ്ഞ് വിന്നറായി ഇറങ്ങിയതിനു ശേഷം അഖിൽമാരാരെ വിളിക്കുമ്പോ അഖിൽമാരാർ ഫ്രീ ആയിട്ട് എവിടെയും പോവാറില്ലല്ലോ. അപ്പൊ 0-ൽ നിന്ന് ലക്ഷങ്ങൾ ഇനാഗ്രേഷൻ അടക്കം വാങ്ങുന്ന രീതിയിൽ അഖിൽമാരാറിന് മാറാന്നുണ്ടെങ്കിൽ 5 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷത്തിലേക്ക് ആർക്ക് മാറാം? വേടന് മാറാം. പിന്നെ മാത്രല്ല കൊടുക്കാൻ തയ്യാറായിട്ട് ആളുകൾ ഉള്ളതുകൊണ്ടാണല്ലോ. അല്ല, അത്രയും വിസിബിലിറ്റി ഇല്ലേ? അത്രയും കേരളത്തിൽ ആരുണ്ട്? ഞാൻ എപ്പോഴും പറയുന്നത് എന്താ, ഇവിടുത്തെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ കേരളത്തിൽ യൂത്തിന്റെ ഇടയിൽ ഞാൻ പറയുമ്പോൾ ദുൽഖറാണ്. ദുൽഖർ സൽമാനാണ് ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ. ദുൽഖർ കഴിഞ്ഞാൽ പിന്നെ ഒരു യങ് യൂത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേടനാണ്. അപ്പൊ പിന്നെ വേടൻ 5-25 ആക്കിയതിന് എന്താ പ്രശ്നം? അതൊരു വിഷയമല്ല. ദളിതരുടെ
ജീനിൽ പഠിക്കാനുള്ള DNA ഇല്ല എന്ന് വേടൻ പറഞ്ഞപ്പോൾ ഇളിച്ചുകൊണ്ട് കേട്ടിരുന്ന പ്രൊഫസർ പുരോഗമന കുമാർ ആ വാക്കുകളോട് യോജിക്കുന്നു. കേരളത്തിൽ നിന്നും സിവിൽ സർവീസ് നേടിയിട്ടുള്ള കുട്ടികളുടെ ജീൻ അല്ലെങ്കിൽ KR നാരായണൻ സർ ഉൾപ്പെടെ രാജ്യതലവനായ മഹാന്മാരുടെ ഒക്കെ DNA ദളിതരുടെ അല്ല എന്നാണോ വേടൻ പറയുന്നതെങ്കിൽ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്ന യഥാർത്ഥ ജാതി സങ്കല്പം വേടൻ അറിഞ്ഞോ അറിയാതെയോ തിരിച്ചറിയുന്നു. രജ സത്വ തമോ ഗുണ പ്രദമാണ് ഒരുവന്റെ ജാതി എന്നുള്ളത്. അതായത് ഇത് വേടൻ തന്നെ റിപ്പോർട്ടറിൽ എക്സ്ക്ലൂസീവ് കൊടുത്തപ്പോൾ പറഞ്ഞതാട്ടോ. അത് വേടൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം അത് ഞാനും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ സംസാരിക്കുന്ന ഒരു വേടൻ അല്ലേ, ജാതിയെക്കുറിച്ച് ഇത്രയും സംസാരിക്കുന്ന വേടൻ പറഞ്ഞത് അന്ന് വേടൻ എഡ്യൂക്കേഷനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ വേണമെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് അവിടെ പ്ലേ ചെയ്യാം. ഇവരെ പോലെ പഠിക്കാൻ കഴിവുണ്ടാവില്ല ഒന്നാമത്തെ കാര്യം. കാര്യം നമ്മുടെ DNA യിലില്ല. ഇത് നമ്മുടെ DNA യില്ല. ഞാനിങ്ങനെ ആലോചിച്ച് നോക്കാണ്, അവനിങ്ങനെ ഈ കാര്യങ്ങൾ ഓർമ്മ വെച്ച് ഇത് പഠിച്ചു കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ഞാനിത് കുത്തിയിരുന്ന് പഠിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എന്നിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വേറെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതെന്റെ DNA. ഓക്കെ, അപ്പൊ ഇതാണ് വേടൻ പറഞ്ഞ വാക്കുകൾ. ഇത് കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് വിചാരിച്ചതാണ്, ഇത്രയൊക്കെ പറയുന്നത് വേടന്റെ ചിന്തകളിൽ നിന്ന് പിന്തിരിഞ്ഞു അങ്ങനെ ഒരു വർത്താനം പറഞ്ഞെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. നന്നായി പഠിക്കാനും പഠിപ്പിക്കാനും കഴിയുന്ന ഏതൊരാൾക്കും ബ്രാഹ്മണ ഗുണമാണ്. പോരാട്ട വീര്യം, ധീരതയും നാടിനെ നയിക്കാനുള്ള ശേഷിയും ഒരുവനെ ക്ഷത്രിയനാക്കുന്നു. ഗുണം കൊണ്ടും കഴിവുകൊണ്ടും കയ്യിലിരിപ്പ് കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയാത്ത തമോ ഗുണ സ്വഭാവം ഉള്ളവൻ ശൂദ്ര ഗണത്തിലും പെടുന്നു. ഈ ഗുണങ്ങൾ വെച്ച് നോക്കിയാൽ KR നാരായണനും വേടനും ഒക്കെ ക്ഷത്രിയ ഗുണങ്ങൾ ഉള്ളവരാണ്. നമ്മുടെ ഇടയിൽ മുന്നോക്ക മേൽജാതി എന്ന് പറഞ്ഞു നടക്കുന്ന പലരെയും നോക്കിയാൽ ഗുണങ്ങൾ കൊണ്ട് ദളിതരായി കാണാൻ കഴിയും. ഞാൻ പറഞ്ഞത് ഏത് ജാതിയിൽ ജനിച്ചാലും കഴിവുള്ളവൻ രക്ഷപ്പെടും. അതല്ലാതെ സാമൂഹിക വ്യവസ്ഥിതിയാണ് കാരണമെങ്കിൽ അത് മാറ്റാൻ കഴിഞ്ഞ 68 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദളിതർ അവരെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കണം. അത് സത്യം തന്നെ കേട്ടോ, അത് കറക്റ്റ് പോയിന്റാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറഞ്ഞത്. പക്ഷെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നൊരു 10-20 കൊല്ലം അല്ലേ, അതായത് 2000 കഴിഞ്ഞതിന് ശേഷം 20 കൊല്ലം ആയിട്ടേ ഉള്ളൂ. 20 കൊല്ലം ഇല്ലടേ, ഞാൻ പറയുന്നത് ഒരു 2015 ശേഷം അല്ലേ, ഒന്ന് സോഷ്യൽ മീഡിയ കുറച്ചൊന്ന് ആക്റ്റീവ് ആയതിനു ശേഷമാണ് കുറച്ചെങ്കിലും ഈ ജാതി വെറി പിടിച്ച ആളുകളിൽ നിന്നൊക്കെ ഈ പുതിയ ജനറേഷൻ അല്ലേ, പുതിയ ജനറേഷൻ ഭയങ്കരമായിട്ട് മാറിയത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ പാരന്റ്സ് വീണ്ടും കുട്ടികൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ജാതി ഡോസ് ഇഞ്ചക്ട് ചെയ്ത് വിടുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഓക്കെ, ജാതി സ്പിരിറ്റ് സാധനം തലയിൽ കയറിയ ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഒരു കടന്നു വരവും കുട്ടികൾക്കൊക്കെ കൂടുതൽ എക്സ്പോഷർ കിട്ടി. പിന്നെ കുറെ സോഷ്യൽ മീഡിയന്റെ ഒരു ഇതുള്ളത് കാരണം കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ചിന്തിക്കാനും ഒക്കെ ആളുകൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലായിടത്തുനിന്നും ഏതാ ശരി എന്നുള്ളത് മനസ്സിലാക്കാനത് കളക്ട് ചെയ്യാനുള്ള ഒരു അവസരങ്ങളുണ്ട്. മറ്റെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടം നമ്മളെ പാരന്റ്സും നമ്മളെ ചുറ്റുപാടും നമ്മൾ പോകുന്ന പള്ളിയിലും അമ്പലത്തിലൂടെ ഒരു പഠിപ്പിക്കുന്നത് മാത്രമേ അത് ഇങ്ങനെ കൈമാറി തലമുറകളായിട്ട് ഇങ്ങനെ കൈമാറി പോരുന്നതിന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ അതിനൊക്കെ കുറെ മാറ്റം വന്നത് സോഷ്യൽ മീഡിയയിൽ വന്നൊരു മാറ്റമാണ്. അല്ലാതെ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പുല്ലും ഉണ്ടാക്കിയിട്ടില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, കോൺഗ്രസ്സുകാരും ഉണ്ടാക്കിയില്ല, BJP ഉണ്ടാക്കില്ല. മാക്സിമം പിളർപ്പിൽ നിന്ന് പിളർപ്പിലേക്ക് നാട്ടുകാരെ എങ്ങനെ കൊണ്ടുപോകുന്നുള്ളത് മാത്രമേ ഈറ്റങ്ങൾക്ക് ചിന്തയുള്ളൂ. കാരണം അങ്ങനെയെല്ലാം വോട്ട് കിട്ടാൻ പറ്റും. വേടൻ പലസ്തീനെയും മ്യാൻമാറിനെയും മനുഷ്യരുടെ വേദനയേക്കാൾ പ്രാധാന്യം നാട്ടിലെ ദളിത് കുടുംബങ്ങളിലെ കുട്ടികളോട് കാണിക്കണം. ലക്ഷങ്ങൾ വാങ്ങി കുടിച്ചും വലിച്ചും നടന്നിട്ട് പാട്ടെഴുതി പാവപ്പെട്ടവൻ ദയനീയത വിറ്റാൽ ഒരു ഉന്നമനവും വേടനല്ലാതെ ആർക്കും ഉണ്ടാവില്ല. അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം, ഓക്കെ അയാൾ ചെയ്തതിന് അയാൾ മാപ്പ് പറഞ്ഞു, ഇനി അയാൾ ചെയ്യില്ല എന്നും പറഞ്ഞു. ഈ വേടൻ ഒന്നും ചെയ്യുന്നില്ല ഇവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്നുള്ളത് അഖിൽമാരാർക്ക് എങ്ങനെ അറിയാം അല്ലേ? വേടൻ എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല. അല്ല, അത് എനിക്ക് ചെറുതായിട്ട് അഖിൽമാരോട് ഒരു ചായ്വ് വരുന്നുണ്ടാവും സംസാരത്തിന്. കാരണം എന്താന്ന് വെച്ചാൽ വേടൻ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോന്നും ചെയ്തിട്ടില്ല എന്നും നമുക്കറിയാത്ത സ്ഥിതിക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തില്ല എന്ന് അതുകൊണ്ട് ചെയ്തു എന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ അഖിൽമാരാര് കാണിച്ച് ചെയ്യുന്ന ഒരാളാണ്. അന്നിപ്പോ മറ്റേ ആശാവർക്കർമാർ അവിടെ പോയി ഏകദേശം മറ്റേ ഇയാളെ ലൈന, സുരേഷ് ഗോപിന്റെ ലൈന ചെയ്യുന്നത് കാണിച്ചു ചെയ്യും. അതായത് 4 ആള് കാണട്ടെ, അതയാളുടെ രാഷ്ട്രീയം കാണിച്ചു ചെയ്യും. വേടനെ പോലുള്ള ഒരാൾ ചോദിക്കുമ്പോ വേടനോട് എന്തെങ്കിലും ചെയ്യുന്നത് വേടൻ ഒന്നും മിണ്ടാതെ പോവാണ്. പക്ഷെ വേടൻ കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, വേടന്റെ ഒപ്പം അന്നും ഇന്നുമുള്ള ആളുകളടക്കം പലരെയും വേടൻ ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്,
കൂട്ടിപ്പിടിച്ച് കൊണ്ടു നടന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഇല്ലാത്തവർക്ക് ചെയ്തു കൊടുക്കുന്നു വായത് വീണുപോയി. പിന്നെ അയാളത് കംപ്ലീറ്റ് ചെയ്തില്ല. അയാൾ ആ സാധനം അവിടെ എന്ത് ചെയ്തു? ഞാൻ ആ ഒരു സംഭവം കേട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം. അഖിൽമാരാർ പറഞ്ഞ സമയത്ത് കാരണം അഖിൽമാരാർക്ക് എന്താണെങ്കിലും വേടൻ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു ഓഡിറ്റ് ഇല്ല. അങ്ങനത്തെ സാഹചര്യത്തിൽ വേടൻ ലക്ഷങ്ങൾ വാങ്ങിയിട്ട് അഖിൽമാരാർ പറഞ്ഞത് എനിക്കത് ശരിയായി തോന്നാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, വേടൻ ഇപ്പോഴാണ് എന്തില് നിക്കണേ, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്നത്. ഇത്ര കാലം ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ടോ വേടന്? ഒരാള് സ്വന്തം കാലിൽ നിന്നിട്ടല്ലേ ബാക്കിയുള്ളവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. അല്ല, അഖിൽമാരാർ എന്തുകൊണ്ടറിയാം അങ്ങനെ പറയാൻ കാരണതായിരിക്കും. ഞാൻ ഈ ഒരു ഇന്ന വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് സംസാരിക്കണമെന്ന് അവർക്ക് വേണ്ടി പാട്ട് പാടിയിട്ട് അതിന്ന് കിട്ടുന്ന ക്യാഷ് ഇയാൾ മാത്രം ചിലവാക്കുന്നതുകൊണ്ട് ആണ് തോന്നൽ വന്നുകൊണ്ടായിരിക്കണം അഖിൽമാരാർ അങ്ങനെ ചോദിക്കാൻ കാരണം. ഇയാൾ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത്? ഇയാൾക്ക് പൈസ കിട്ടുന്നു, ഇയാൾ ചിലവാക്കുന്നു, അത്രയല്ലേ ഉള്ളൂ എന്ന് പറയാൻ കാരണം. അല്ല, അതില് ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ, വേടർ എന്ന് പറഞ്ഞ വ്യക്തി വളർന്നു വന്ന സാഹചര്യം ഒന്നുമില്ലായ്മയും അത് നമുക്കറിയാം. അയാൾ പറഞ്ഞു അല്ലാതെ നമുക്കറിയാം. അതെ അതെ. ഇപ്പോഴാണ് അയാൾ എന്ത് ചെയ്തേ, 10 സ്റ്റേജ്. ഇപ്പൊ ഒരു മനുഷ്യന് പല ഒന്നുമില്ലാത്ത സീറോയിൽ നിന്ന് വളർന്നു വരുന്ന ഒരുത്തന് പല കമ്മിറ്റ്മെന്റും ഉണ്ടാവും ഇല്ലേ? നമ്മൾ സ്വയം നിലനിന്ന് സോളിഡായി നിന്നാലേ നമുക്ക് 10 ആളെടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അഖിൽമാരാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസ് കഴിഞ്ഞൊരു എമൗണ്ട് കൈ കിട്ടി, അതിൽ നിന്നുള്ള ഫെയിമിലൂടെയാണ് എന്ത് കിട്ടുക, വരുമാനം വന്നത് സ്റ്റേബിൾ ആയതിനു ശേഷമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ബാക്കി ഒരാളെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ കയ്യിലുള്ളതൊന്നുമില്ലെങ്കിൽ വിൽക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ച് ചാരിറ്റി പോലത്തെ നമ്മൾ ത്രൂ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കണം. നമ്മളെ പൈസക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മളെ പൈസക്ക് നമ്മൾ ചെയ്യുന്നപ്പോഴാ നമുക്ക് വരുമാനം ആവുമ്പോഴാണ്. അപ്പൊ അയാൾക്ക് ഇപ്പോഴാണ് വരുമാനമായി തുടങ്ങിയത്. അപ്പൊ പിന്നെ അയാൾ ചെയ്യുമായിരിക്കും. അത് ചെയ്യുന്നുണ്ടോ ഇല്ല നമുക്ക് അറിയൂല. പിന്നെ അവിടെ നിർബന്ധിച്ച് ചെയ്യാൻ പറയാൻ പറ്റുന്നില്ല. ഇഷ്ടമാണ്. എന്റെ പേരിലെ ജാതിയാണ് എന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞ മീഡിയ അടുപ്പ് കൂട്ടങ്ങളോട് വേടൻ വളർന്ന സാഹചര്യത്തോളം മോശം അവസ്ഥയിൽ സ്വന്തമായി 18 വർഷത്തോളം വീടില്ലാതെ പല ഇടങ്ങളിൽ പരിഹാസങ്ങളും പുച്ഛവും അവഗണനയും കേട്ട് വളർന്ന ഒരുവന്റെ ഉള്ളിലെ പോരാട്ടമാണ് നിങ്ങൾ ഇന്ന് കണ്ട അഖിൽമാരാർ. വെറും ഫേസ്ബുക്കിലെ വായ്ത്താളമല്ല. 2013 ആദ്യത്തെ പുസ്തകം എഴുതി 2 ഹ്രസ്വ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത് പിന്നീട് സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി. അതിനുശേഷം സ്വന്തമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നിരവധി ചാനൽ ചർച്ചകളിൽ ഭാഗമായി പരിഹസിച്ച ബിഗ് ബോസ് ആരാധകരെ വെല്ലുവിളിച്ച് ആ ഷോയുടെ ഭാഗമായി 7% വോട്ട് 82% ജയിച്ചു വന്നത് എൻ്റെ ജാതിയുടെ പ്രിവിലേജ് അല്ല, എൻ്റെ ഉള്ളിൽ ഞാൻ കെടാതെ കൊണ്ടു നടന്ന പോരാട്ടത്തിൻ്റെ ഗുണമാണ്. നമ്മുടെ നാട്ടിൽ 2 ജാതിയുണ്ട്, ഉള്ളവനും ഇല്ലാത്തവനും. അത് ഞാൻ പല വീഡിയോസിലായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ജാതി എന്ന് പറഞ്ഞാൽ പണമുള്ളവനും പണമില്ലാത്തവനുമാണ്. ആകെ 2 ജാതികൾ. ഇവിടെ ശരിക്കും ജാതി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് പൈസ ഉള്ളവനൊരു ഇത്ര ഇത്, പൈസ ഇല്ലാത്തവനൊരു ഇത്ര. അത് മോണിറ്റർ ചെയ്യുകയും വേണം. എപ്പോഴും എല്ലാവരും കയ്യിലും പൈസ ഉണ്ടാവണമെന്നില്ലല്ലോ അല്ലേ? പൈസ ഉള്ളവൻ ചിലപ്പോൾ പൊളിയും, ഇല്ലാത്തവന് പൈസ ഉണ്ടാവും. അതൊരു മനുഷ്യൻ്റെ കഴിവാണ് പൈസ ഉണ്ടാക്കുന്നത് തുലയ്ക്കുന്നത്, കഴിവില്ലായ്മയാണ് തുലയ്ക്കുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ അത് ഓഡിറ്റ് ചെയ്യാനുള്ളൊരു വഴി വേണം. അതിനനുസരിച്ച് ആളുകൾക്ക് എന്ത് വേണം, പ്രിവിലേജ് കൊടുക്കണം. അതാണ് വേണ്ടത്, അല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് അഖിൽമാരാർ എഴുതിയിട്ട വാക്കുകൾ ശ്രദ്ധിച്ചോ നിങ്ങൾ? അയാളുടെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് അയാൾ എഴുതിയിടുന്നത്. അപ്പൊ അഖിൽമാരാർ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഈ അച്ചീവ്മെന്റ്സ് കൃത്യമായ സ്ഥലങ്ങളിൽ എന്ത് ചെയ്യാൻ അറിയാം, യൂസ് ചെയ്യാൻ അറിയാം, ഉപയോഗിക്കാൻ അറിയാം, അയാൾക്കത് പ്രൊജക്ട് ചെയ്യാൻ അറിയാം, പ്രൊജക്ട് ചെയ്യാൻ അറിയാം അയാൾക്കത്. വേണ്ടറെ പോലുള്ള ഒരാൾക്ക് ചിലപ്പോൾ അത് പ്രൊജക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. വാട്ട് ഹി ഹാവ് അച്ചീവ്ഡ് എന്നുള്ളത് അയാൾക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. ഒരുപക്ഷെ അയാളത് കാണിക്കാൻ ആഗ്രഹിക്കാത്തോണ്ടായിരിക്കും. അങ്ങനെയുണ്ട്, 2 രീതിയിലാണ്. ഒന്നിലേക്ക് കാണിക്കാത്ത ഇഷ്ടമില്ലാത്ത ഒരാൾ, അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്യാൻ പറ്റാത്ത ഒരാൾ. പക്ഷെ അയാൾ ഈ ദളിതരെ യൂസ് ചെയ്ത് വെറും ഇത് വാങ്ങി പോകുന്നു. യൂസ് ചെയ്യുന്നതാണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ? ഇവിടെ വോട്ട് ബാങ്കിന് വേണ്ടി, രാഷ്ട്രീയത്തിന് വേണ്ടി എല്ലാവരും എല്ലാം യൂസ് ചെയ്യില്ലേ? ഇല്ലേ? ആരും യൂസ് ചെയ്യാതിരിക്കുന്നൊന്നുമില്ലല്ലോ. യൂസ് ചെയ്തൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. എന്താ വേടന പോലും എനിക്ക് യൂസ് ചെയ്യണതായിട്ടാണ് പോകുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പൊ വോട്ടിന് വേണ്ടിട്ട് വേടന യൂസ് ചെയ്യണ പോലെയാണ് എനിക്ക് തോന്നുന്നത്. വേടൻ തിരിച്ചും യൂസ് ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് നമുക്കൊരു സാധനമില്ലേ, ഞാൻ സെൽഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഞാൻ ആർക്കും ഒരു ടൂളായിട്ട് നിന്ന് കൊടുക്കരുത് എന്നുള്ള തോന്നലൂടെ നാട്ടുകാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും ഒന്നിനും നിന്ന് കൊടുക്കാൻ പോണില്ല. പിന്നെ ഈ പറഞ്ഞ എന്താ പറയുക, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന, പ്രത്യക്ഷത്തിൽ നടക്കുന്ന കുറേ ടീംസിന് അവരോട് ചോദ്യം ചെയ്യാനും പറ്റണം. ആ ചോദ്യം ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നവരാണ്, അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിൻ്റെ പാർട്ടിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഡയറക്റ്റായിട്ട് ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നവർക്ക് തിരിച്ച് വിരൽ ചൂണ്ടാൻ പറ്റണം. അവരോട് തിരിച്ച് വിരൽ ചൂണ്ടി ചോദിക്കാൻ പറ്റണം. അതാണ് ശരിക്കും വേണ്ടത്. എന്താണെങ്കിലും
നല്ലൊരു ടോപ്പിക്കല്ലേ ഇത്? നല്ല ടോപ്പിക്കാണ്, നല്ല കിടിലൻ പ്രത്യേകിച്ച് ടോപ്പിക്കാണ്. ഇപ്പൊ സംസാരിക്കാൻ പറ്റിയതും സംസാരിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിലിടും.